എനിക്ക് തോന്നുന്നു ചൈന കുറേ മാസം ഒരു കൊല്ലം നിന്നാൽ പോലും ചൈനൻ്റെ ഫുള്ള് സ്ഥലങ്ങൾ നമ്മൾ കണ്ടു തീരൂല. അതായത് ചില രാജ്യങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയും അതുപോലെ തന്നെ നെഗറ്റീവ് എനർജി ഉണ്ട്. പക്ഷെ എനിക്ക് ചൈന ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ഇവിടെ വന്നേരെ പോവാൻ തോന്നാത്തൊരു രാജ്യമാണ് ചൈന. സാധാരണ ഇപ്പോൾ ഓരോ രാജ്യം ക്രോസ് ചെയ്യുമ്പം കസഖിസ്ഥാനെല്ലാം കുറച്ച് 2 ദിവസം മുഴുവൻ ശരിക്കും മടുക്കാൻ തുടങ്ങി. പക്ഷെ ചൈന എനിക്ക് 15 ദിവസമേ വിസ ഉള്ളൂ. പക്ഷെ എനിക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നിൽക്കണമെന്നുണ്ട്. പക്ഷെ നമ്മൾ വണ്ടിൻ്റെ പെർമിറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് നമുക്ക് കിട്ടൂല. 15 ദിവസം മാത്രമേ വണ്ടിൻ്റെ പെർമിറ്റ് ഉള്ളൂ. അപ്പോൾ ചൈന വീണ്ടും വീണ്ടും കാണണം നിൽക്കണം എന്ന് തോന്നിയൊരു രാജ്യം കേട്ടോ. ശരിക്കും ഈ രാജ്യം എന്തൊരു രസമാണ് കാണാൻ. ഇവിടെ ഉള്ള ഏതൊരാളോട് ചോദിച്ചാലും എനിക്ക് മനസ്സിലാവും ചൈന ഭയങ്കര പോസിറ്റീവ് എനർജി തരുന്നൊരു രാജ്യമാണ്. ഇവിടെ അങ്ങനെ എല്ലാവരും നമ്മൾ നല്ല രീതിയിലേ കാണുള്ളൂ. ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് ഇവിടുത്തെ ആളുകൾ. അതെല്ലാം കൊണ്ടായിരിക്കാം ചൈനയിൽ വീണ്ടും നിൽക്കണം എന്നെല്ലാം തോന്നിപ്പോന്നെ. സാധാരണ ഇപ്പം ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ഓരോ രാജ്യത്തും വേഗം നെഗറ്റീവ് പോസിറ്റീവ് അടിക്കും. ഇപ്പോൾ തുർക്കിയിൽ പോയ സമയത്ത് ഇസ്തംബുൾ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. കൊനിയയിലും ഭയങ്കര പോസിറ്റീവ്. ബാക്കി എല്ലാ രാജ്യങ്ങളും ഭയങ്കര നെഗറ്റീവ് വരും. ഓടി തീർത്ത രാജ്യം തുർക്കി. അവൾ റഷ്യൻ്റെ മോസ്കോ, സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ടൗൺ ഭാഗം ഭയങ്കര വൈബും, വില്ലേജിൻ്റെ റിമോട്ട് ഏരിയകളെല്ലാം ഭയങ്കര ഒറ്റപ്പെട്ട ഫീൽ ചെയ്യണം. അങ്ങനെ ഓരോ രാജ്യത്തിൻ്റെ ഓരോരോ പ്രത്യേകതയാണ്. പക്ഷെ ചൈനൻ്റെ എല്ലാ ഭാഗവും നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നും. അതാണ് ചൈനൻ്റെ ഒരു പ്രത്യേകത. ചൈന എന്തായാലും ഒരു സംഭവമാണ് കേട്ടോ. നിങ്ങൾ ലൈഫിൽ ഒരിക്കലെങ്കിലും ചൈന വന്ന് കാണണം എന്ന് ഞാൻ പറയും. ഇപ്പോൾ നിങ്ങൾ മറ്റുള്ള ഞങ്ങൾക്ക് തോന്നുന്നത് ഇപ്പം അമേരിക്ക ആണെങ്കിലും സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, യൂറോപ്പ് അവിടെ എല്ലാം നമുക്ക് പോകണമെങ്കിൽ അത്യാവശ്യം വിസയും കാര്യങ്ങളും കിട്ടാൻ കുറേ സമയം എടുക്കും. നമ്മൾ അതിൻ്റെ ബാക്കിൽ ഓടണം. അതൊരു കോണ്ടിനെൻ്റ് വിസയായിട്ട് കിട്ടാൻ. പക്ഷേ ചൈനൻ്റെ വിസ പെട്ടെന്ന് ഇന്ത്യക്കാർക്ക് കിട്ടുന്നുണ്ട്. ഒരു 4 ദിവസം കൊണ്ടെല്ലാം നമ്മൾ ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 ദിവസം കൊണ്ട് ചൈനീസ് വിസ ഡൽഹിയിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്. ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഷട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു വിസ എടുത്തിട്ട് എന്തെങ്കിലും ഒരു പൈസ, ചെറിയ പൈസ ഉണ്ടെങ്കിലും ചൈന വന്ന് കുറച്ച് സ്ഥലങ്ങൾ നിങ്ങൾ എന്തായാലും കാണണം. അത് നിങ്ങൾ കാണേണ്ട ഒരു സ്ഥലം ഞാൻ പറഞ്ഞുതരാം. ഷങ്ഹായ് ഒന്ന് കാണാം, ഒന്ന് ഇവു എന്തായാലും വരിക. ഇവു വന്നാൽ തന്നെ നിങ്ങളൊരു ബിസിനസ് മാനായിട്ട് മാറാൻ ഇവു എന്തായാലും നിങ്ങളെ സഹായിക്കും കേട്ടോ. കാരണം അത്രയ്ക്കും പ്രൊഡക്റ്റ് ചെയ്ത് ഞാൻ തന്നെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാലും ഇങ്ങനെ ആലോചിക്കാം. ഇവിടെ ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് ഉണ്ട്, അതെടുക്കുക, നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇറക്കുക. അപ്പോൾ അതെല്ലാമാണ് ഇപ്പം എൻ്റെ മനസ്സിലുള്ള ചെറിയ ചെറിയ പ്ലാനുകളെ, ചെറിയ ചെറിയ വലിയ വലിയ കളികൾ എന്ന് പറഞ്ഞ പോലെ അതെല്ലാം ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. ഇതിപ്പോൾ യെല്ലോ ഇങ്ങനെ ബ്ലിങ്ങാന്നുണ്ട്, നമുക്കത് നോക്കി നോക്കി പോകാനാണ്. ഇത് കണ്ട സ്കൂട്ടർ മാത്രം പോകുന്ന ഈ ഒരു ലൈനിലൂടെ ഇവർക്ക് മാത്രമേ ഈ ലൈനിൽ പോകാൻ പറ്റൂ, വേറെ ആർക്കും പോകാൻ പറ്റില്ല. പിന്നെ അവിടെ ക്യാമറ അല്ല, അതിങ്ങനെ ലൈറ്റ് ഇങ്ങനെ നമ്മൾ എത്ര വണ്ടികൾ പോകുന്നുണ്ട് എന്നുള്ള ഒരു ലൈറ്റ് അടിക്കുന്നതാണ്. ഫസ്റ്റ് വന്നേപാടും ഞാൻ അറ്റാക്ക് വന്ന് മരിച്ചു കഴിഞ്ഞു. പഠിച്ചോനെ എനിക്ക് ഫൈൻ അടിച്ചോ എന്ന് വിചാരിച്ചിട്ട്.